إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله فأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ تأذن ربكم لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد. പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അങ്ങേയറ്റം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നും തഖ്വ ഉൾക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും എന്നോടും നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ സഗൗരവം കണക്കിലേക്ക് എടുക്കുകയും അവകളെ പ്രായോഗികവൽക്കരിക്കുകയും അള്ളാഹുവിൻ്റെ പൊരുത്തത്തോടുകൂടി അവസാന നിമിഷം വരെ ജീവിക്കുവാനും അവസാന നിമിഷത്തിൽ പരിശുദ്ധ കലിമത്ത് ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് യാത്ര ചെയ്യാനുള്ള വലിയ സൗഭാഗ്യം നൽകി അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 14-ാമത്തെ സൂറത്തുൽ ഇബ്രാഹിമിൻ്റെ 7-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ ബോധിപ്പിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഇദ് തഅذന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. വഇദ് തഅذന റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് വിളംബരം നൽകുകയാണ്. ലഇൻ ശകർതും, നിങ്ങൾ ആരെങ്കിലും നന്ദി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ലഅസീദന്നകും, നിങ്ങൾക്ക് അല്ലാഹു കൂടുതലായി അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു നൽകുന്നതാണ്. വലഇൻ കഫർതും, നിങ്ങൾ ആരെങ്കിലും നന്ദികേട് കാണിക്കുകയാണെങ്കിൽ ഇന്ന അദാബി, നിശ്ചയമായും എൻ്റെ ശിക്ഷ ലശദീദ്, അത് വളരെ കടുത്തതായിരിക്കും. ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു നമ്മെ ബോധിപ്പിക്കുന്നത് ശുക്റിന്റെ വലിയ പ്രാധാന്യത്തെക്കുറിച്ചാണ്. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അളവറ്റ അനുഗ്രഹങ്ങളെ പറ്റിയുള്ള ബോധ്യവും ബോധവും നമ്മളിൽ ഉണ്ടാകേണ്ടുന്ന ആവശ്യകതയെക്കുറിച്ചും അത്തരം ഒരു ചിന്തകൾ മൂലം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വർദ്ധിച്ച അനുഗ്രഹങ്ങളുടെ സാധ്യതകളെക്കുറിച്ചുമാണ് അള്ളാഹു നമ്മെ ബോധിപ്പിക്കുന്നത്. 76-ാമത്തെ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല അതിൻ്റെ 3-ാമത്തെ ആയത്തിലൂടെ വ്യക്തമാക്കിയ മറ്റൊരു കാര്യം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. ഇന്നാ ഹദൈനാഹു, നിശ്ചയമായി നാം ബോധനം നൽകിയിരിക്കുന്നു, അല്ലെങ്കിൽ മാർഗദർശനം നൽകിയിരിക്കുന്നു. അസ്സബീല, ഹിദായത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മാർഗം ഏതാണ് എന്നതിനെ കുറിച്ച് കൃത്യമായ മാർഗദർശനം നൽകിയിരിക്കുന്നു. ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ, ഒന്നുകിൽ അള്ളാഹുവിനോട് അങ്ങേയറ്റം ശുക്റുള്ള അവസ്ഥയിൽ നിങ്ങൾക്ക് കഴിഞ്ഞുകൂടാം, അല്ലെങ്കിൽ ശുക്റില്ലാത്ത നന്ദികേടിന്റെ അവസ്ഥയിൽ നിങ്ങൾക്ക് കഴിഞ്ഞുകൂടാം.
ഈ ഒരു ആയത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അള്ളാഹുവിനോട് അങ്ങേയറ്റം നന്ദിയുള്ള ഒരു ദാസനായി ജീവിക്കാൻ ഉതകുന്ന എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയിട്ടുണ്ട്. അതിനെ മനസ്സിലാക്കാൻ, പഠിക്കാൻ, തിരിച്ചറിയാൻ അതിൻ്റെതായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നതാണ് ഈ ആയത്തിലൂടെ വ്യക്തമാക്കുന്നത്. ഇവിടെ ഓരോ ആളുകളും സ്വയമായി ഒരു തീരുമാനമെടുക്കണം. ഞാൻ എൻ്റെ നാഥൻ്റെ അടുക്കൽ നന്ദിയുള്ളവനാകണമോ, അതല്ല അനുഗ്രഹങ്ങളെയൊക്കെ തൃണവത് ഗണിച്ചുകൊണ്ട് നന്ദിയില്ലാത്ത ഒരു വ്യക്തിയായി മാറണമോ എന്നുള്ളതാണ്. പ്രത്യേകമായും ഇത്തരം ആയത്തുകളൊക്കെയും അള്ളാഹു നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ നന്ദി എന്നുള്ളതിന് ശുക്ർ എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ശുക്ർ എന്ന് പറഞ്ഞാൽ സാധാരണ കഴിഞ്ഞ ആഴ്ച നാം സൂചിപ്പിച്ചു എന്ന് തോന്നുന്നു. ശുക്ർ എന്നുള്ള പദപ്രയോഗം അറബിയിൽ പൊതുവിൽ കടന്നു വരുന്നത് പാൽ ചുരത്തുന്ന മൃഗങ്ങളുടെ അകിടുമായി ബന്ധപ്പെട്ട ഒരു പ്രയോഗത്തിൽ നിന്നുമാണ്. ഷക്കറുൻ നാക്കത്ത എന്നാണ് പറയുക. സാധാരണ അറബിയിൽ ആ ഒരു പ്രയോഗം നടത്തുന്നത് പാൽ ചുരത്താൻ പാകത്തിൽ പാലുകൾ നിറഞ്ഞു കവിഞ്ഞ അവസ്ഥയിലാണ് അകിടുകൾ ഉള്ളത് എന്നാണ്. പാൽ മുറ്റിയ ഒരു അകിടിൽ നിന്നും പാൽ ചുരത്തിയിട്ടില്ല എങ്കിൽ അത് മൃഗമായാലും മനുഷ്യരായിരുന്നാലും വലിയ ശാരീരികമായ അസ്വസ്ഥതകളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അവരുടെ അനുഭവങ്ങളിലൂടെ വ്യക്തമാക്കുന്നത്. പാൽ തിങ്ങി നിറഞ്ഞാൽ പിന്നെ അത് പുറത്തേക്ക് കളയണം. ഇല്ല എങ്കിൽ ശാരീരികമായ പ്രയാസങ്ങൾ, വേദനകളൊക്കെ അനുഭവിക്കേണ്ടി വരും. ഈ ഒരു അവസ്ഥ ഒരു മൃഗത്തിനുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ശക്കറുൻ നാക്കത്ത് എന്നാണ് പറയുക. അപ്പൊ ഇതേ ശക്കർ എന്നുള്ളതിൽ നിന്നാണ് ശുക്ർ എന്നുള്ള പദപ്രയോഗം ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. അതിൽ നിന്നാണ് അതിന് നന്ദി എന്നാണ് അർത്ഥം എന്ന് പൊതുവിൽ പരമ്പരാഗതമായി പറഞ്ഞു പോകുന്നത്. ശരിക്കും ഇതിൻ്റെ ഒരു പ്രായോഗികമായ ഒരു വശം എന്നുള്ളത് ഒരു മനുഷ്യൻ ജീവിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അനുനിമിഷം അവന്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ അനുഗ്രഹങ്ങളെ പറ്റിയുള്ള ഒരു ബോധ്യവും ഒരു മനുഷ്യനിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അതിനെക്കുറിച്ചാണ് 76-ാമത്തെ സൂറത്തായ സൂറത്തുൽ ഇൻസാനിന്റെ 3-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നേരത്തെ പറയപ്പെട്ടതുപോലെ സൂചിപ്പിച്ചത്. ഇന്ന ഹദൈനാഹു അസ്സബീല, ആ ശരിയായ മാർഗം ഏതാണ് എന്നുള്ള വിഷയത്തിൽ കൃത്യമായ ബോധനം നാം നൽകിയിട്ടുണ്ട്. അതിനുള്ള അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പൊ ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളോട് പോയിട്ട് നമ്മൾ ചോദിക്കണം അവരുടെ പ്രയാസങ്ങളെ കുറിച്ച്. പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്ന പ്രയാസങ്ങളല്ല, അനുഭവിച്ച് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. എത്രത്തോളം പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും? ഒരു സ്ട്രോക്ക് ബാധിച്ച് ശരീരമൊക്കെ തളർന്ന് തൻ്റെ ഇടുങ്ങിയ റൂമിന്റെ ഒരു കട്ടിൽ മാത്രം അഭയം പ്രാപിച്ചിരിക്കുന്ന, കിടക്കാൻ മാത്രം കഴിയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ദുരിതപൂർണമായിരിക്കും അദ്ദേഹത്തിന്റെ ജീവിതം. ഇത് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല, പ്രകൃതിയുമായിട്ടൊന്ന് ബന്ധപ്പെടാൻ കഴിയില്ല. സ്വന്തം ശാരീരികമായ ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. എല്ലാവരെയും ആശ്രയിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്, ദുരിതപൂർണമായ ഒരവസ്ഥയാണ്. അങ്ങനെയുള്ള ആളുകളെയൊക്കെ ചെന്ന് കണ്ട് അവരുടെയൊക്കെ സൗഖ്യങ്ങളൊക്കെ അന്വേഷിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നത്താക്കി മാറ്റിയതിന്റെ പിന്നിലും അവരെ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി അവരെ സേവിക്കണമെന്നുള്ളതും അവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നുള്ളതും ഒരു മുസ്ലിമിന്റെ ബാധ്യതയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചിട്ടുള്ളതും ദീനിന്റെ ഇത്തരം നിയമങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അനുഗ്രഹങ്ങളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ സ്വന്തം അനുഗ്രഹങ്ങളെ തിരിച്ചറിയാനും കൂടിയുള്ള ഒരവസരമായിട്ട് കൂടിയാണ് അത്തരം സന്ദർഭങ്ങളെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞു.
അങ്ങനെയുള്ളൊരു വ്യക്തിയുമായി സഹകരിക്കുമ്പോൾ സഹവസിക്കുമ്പോൾ നമ്മുടെ ശേഷികളെ കുറിച്ചുള്ളൊരു ബോധ്യം നമ്മളിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എഴുന്നേറ്റ് നടക്കാം, ആരുടെയും സഹായം ആവശ്യമില്ല, എവിടെ വേണമെങ്കിലും പോകാം, ഓടാം, ചാടാം, ഒക്കെ ചെയ്യാം. എന്തുകൊണ്ടാണ്? അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പണിമുടക്കിയിട്ടുള്ള ആ ഒരു ഞരമ്പ് എൻ്റെ ശരീരത്തിൽ ഇതുവരെയും പണിമുടക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതൊരു തിരിച്ചറിവാണ്. വേണമെങ്കിൽ ആ ഞരമ്പിന് പണിമുടക്കാം. പണിമുടക്കിയാൽ എൻ്റെ അവസ്ഥ ഇതേപോലെയൊക്കെ തന്നെയാണ്. അല്ലാതെ അത് പണിമുടക്കില്ല എന്നോ അതിന് പണിമുടക്കാതിരിക്കാൻ പാകത്തിൽ ഞാൻ എന്തൊക്കെയോ എൻ്റെ ശരീരത്തിൽ സംവിധാനിച്ചിട്ടുണ്ടെന്നോ ഒരു മനുഷ്യനും പറയുക സാധ്യമല്ല. വൈദ്യശാസ്ത്ര മേഖലയിലുള്ള ഏറ്റവും വലിയ വിശ്വകരനായ ഒരു ഡോക്ടർക്ക് പോലും ഈ ഒരു അവകാശവാദം ഉന്നയിക്കുക സാധ്യമല്ല. എത്രയോ ഡോക്ടർമാർ ഇത്തരം മാരകമായ അവസ്ഥകൾക്ക് വിധേയരായി അവരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. വലിയ ഡോക്ടറായിരുന്നു, ഒരു കുട്ടികളുടെ ഡോക്ടറായിരുന്നു. പക്ഷേ ശാരീരികമായി അദ്ദേഹം തളർന്നു പോയി. അതിനുശേഷം പഴയ ഒരു ശാരീരികമായ ആരോഗ്യാവസ്ഥയിലേക്കൊന്നും വരാൻ കഴിയാതെ പ്രയാസപ്പെട്ടിട്ടാണ് അദ്ദേഹം കഴിയുന്നത്. ഒരു വ്യക്തി മരണപ്പെട്ടു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മളോടൊപ്പം ഉംറയിലുണ്ടായിരുന്നു ഡോക്ടറായിട്ട്. അദ്ദേഹം തിരിച്ച് ജിദ്ദയിലെത്തിയപ്പോൾ ശാരീരികമായി വലിയ പ്രയാസത്തിൽ അകപ്പെട്ടു. അദ്ദേഹം അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയാവുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ കബൂൽ ചെയ്യുമാറാകട്ടെ, അദ്ദേഹത്തിന് ഉംറ കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇത്ര വലിയ ഡോക്ടറാണ്, അല്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ള അറിയുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതെപ്പോഴും മനുഷ്യൻ സംഭവിക്കാവുന്നതാണ്. നമ്മുടെ പള്ളിയിൽ വന്നുകൊണ്ടിരുന്ന ഒരു സഹോദരൻ വലിയ പ്രയാസപ്പെട്ടാണ് വന്നുകൊണ്ടിരുന്നത്. അദ്ദേഹം ഒരു മീറ്റിങ്ങിൽ, അദ്ദേഹത്തിന്റെ കമ്പനിയുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ഇരിക്കുന്ന ഒരു സമയത്താണ് പെട്ടെന്ന് തളർന്നു വീണത്. ഒരിക്കലും മുൻകൂട്ടി മനുഷ്യന് പറയാൻ കഴിയില്ല. പക്ഷെ അതിനെപ്പറ്റിയുള്ള ഒരു ബോധ്യവും നമ്മളിൽ ഉണ്ടാകണം. വിഷയത്തെക്കുറിച്ചൊക്കെ ഒന്ന് കേവല ധാരണയെങ്കിലും ഉണ്ടാകണം. എന്താണ് ഞരമ്പ്, എന്താണ് നാഡീ വ്യവസ്ഥകൾ, അതിൻ്റെയൊക്കെ അവസ്ഥ എന്താണ്. ഒരു ദിവസം വലിയ ഒരു സയന്റിസ്റ്റ് ശാരീരികമായ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുകയും വിലയിരുത്തുകയും പുതിയ പുതിയ ചികിത്സാ സമ്പ്രദായങ്ങളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ഡോക്ടർ, അദ്ദേഹം ഒരു സന്ദർഭത്തിൽ ഒരു റിസർച്ച് നടത്തുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വിഷയം ഇതാണ്: ആളുകൾ ഇങ്ങനെ പൊടുന്നനെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിൽക്കുന്ന നിൽപ്പിൽ അങ്ങനെ തളർന്നു വീഴുന്നു, ഇരിക്കുന്ന ഇരിപ്പിൽ മരണപ്പെടുന്നു. ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണങ്ങൾ സംഭവിക്കാനുള്ള കാരണം എന്താണ്? അതിനെക്കുറിച്ച് അദ്ദേഹം ഒരു പഠനം നടത്തിയിട്ടുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന്റെ റിസർച്ചൊക്കെ പൂർണ്ണമായി അദ്ദേഹം വലിയൊരു ഗ്രന്ഥരചനയിലൂടെയാണ് അദ്ദേഹത്തിന്റെ റിസർച്ച് പ്രവർത്തനങ്ങളൊക്കെ പൂർണ്ണമാക്കിയത്. ആ ഗ്രന്ഥം പുറത്തു വന്നു. അപ്പൊ എന്തുകൊണ്ടാണ് മനുഷ്യൻ പൊടുന്നനെ മരണപ്പെട്ടു പോകുന്നത് എന്നുള്ള കാരണങ്ങളെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ടാകും. എന്നാൽ ആ കാരണങ്ങളൊക്കെ ഒന്ന് വരാതിരിക്കാനുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടെത്താമല്ലോ എന്ന ചിന്തയോടുകൂടി ആളുകൾ വലിയ പ്രതീക്ഷയോടുകൂടി ആ ഗ്രന്ഥം കയ്യിലെടുത്തു. തുടക്കം തന്നെ വായിച്ചു നോക്കിയ ആളുകൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം റിസർച്ചിനൊടുവിൽ അദ്ദേഹം കണ്ടെത്തിയ വലിയൊരു യാഥാർത്ഥ്യമാണ് ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അത് പരിശോധിച്ച ഡോക്ടർമാരടക്കമുള്ള ആളുകൾ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, അദ്ദേഹം തുടക്കത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അനുനിമിഷങ്ങളെ എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ചിന്തിച്ചു നോക്കി. പൊടുന്നനെയുള്ള മരണകാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ച ഒരു ഡോക്ടർ അവസാനം, ഒരു സയന്റിസ്റ്റ് അവസാനം എഴുതി വെച്ചത് എന്താണ്? അടുത്ത ഓരോരോ നിമിഷങ്ങളിലൂടെയും മനുഷ്യൻ എങ്ങനെ സഞ്ചരിക്കുന്നു എന്നുള്ളത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു, എന്നെ ഭയപ്പെടുത്തുന്നു, ആശങ്കാകുലനാക്കുന്നു എന്നാ പറഞ്ഞത്. എത്ര ദൃഢഗാത്രനെന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ഒരു മനുഷ്യനും സാധ്യമല്ലാത്ത അത്ഭുതകരമായ ഒരു പ്രവൃത്തിയാണ് ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ അവന്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങളുടെ നിമിഷങ്ങളിലും മിനിറ്റുകളുടെയും മണിക്കൂറുകളിലും നടക്കുന്ന മഹാത്ഭുതം എന്നാ പറഞ്ഞു. അത്രത്തോളം വളരെ ചെറിയ ഏതെങ്കിലും അവയവങ്ങളുടെ ഒരു ഭാഗം, അല്ലെങ്കിൽ നെർവ് സിസ്റ്റത്തിന്റെ, അല്ലെങ്കിൽ എന്താണ് നാഡീ വ്യവസ്ഥയുടെ ചെറിയൊരു ഭാഗം ഒന്ന് പണിമുടക്കിയാൽ അതോടുകൂടി തളർന്നു വീണ്
മരണത്തെ പുൽകാൻ പാകത്തിലാണ് ഓരോ മനുഷ്യ ശരീരവും നിലകൊള്ളുന്നത്. സുബ്ഹാൻ, നമ്മൾ ചിന്തിച്ചു നോക്കി. മരണമെന്ന് പറയുന്നത് നമ്മുടെ ചെരുപ്പിന്റെ വാറിനോട് അടുത്തിരിക്കുന്നു എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 1400 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ആ പഴക്കം ഇന്ന് പഠന മേഖലകൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. 1400 വർഷങ്ങളുടെ പഴക്കമൊന്നും അതിന് കൊടുക്കണ്ട. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് വന്നിട്ട് ഏറ്റവും ആധുനികമായ പഠനങ്ങളുടെ ഒരു റിസൾട്ട് എന്ന വണ്ണം ഒരു കാര്യം പ്രഖ്യാപിച്ചാൽ അതുപോലെയുണ്ട് ആ ഒരു പ്രഖ്യാപനം എന്ന് മാത്രമേ ഇന്ന് ആ ഒരു ഹദീസിനെ നമുക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ചിന്തിക്കാൻ സാധിക്കൂ. അതാണ് അവസ്ഥ. എന്നിട്ടും അൽഹംദുലില്ലാഹ് എനിക്കിങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടല്ലോ. ഈ ഒരു ബോധമാണ് ഇന്ന ഹദൈനാഹു സബീല, ശരിയായ മാർഗത്തെ കുറിച്ചുള്ള ബോധമൊക്കെ ഉണ്ട്, എല്ലാ മനുഷ്യർക്കും ഉണ്ട്. പഠിക്കാൻ ശ്രമിച്ചാൽ മതി, ബോധ്യം ഉണ്ടായിക്കോളും. എന്നിട്ടും എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു. ഒരു ദിവസം വലിയ ഒരു ഇന്റർനാഷണൽ ലെവലിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിസോഴ്സ് പേഴ്സൺ, അദ്ദേഹം നമ്മളോട് വളരെ വിനീതമായ രൂപത്തിൽ ചോദ്യം ചോദിച്ചു. അദ്ദേഹത്തിന് ട്രെയിനിങ് സെഷനിലാണ്, മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു ട്രെയിനിങ് സെഷനിലാണ്. അദ്ദേഹം അന്ന് നമ്മളടങ്ങുന്ന സദസ്സിനോട് ചോദിച്ച ഒരു ചോദ്യം, ഒരു മനുഷ്യന് ഒരു ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്താണ് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമെന്ന് ചോദിച്ചു. ആ സദസ്സിലുണ്ടായിരുന്ന ആളുകളൊക്കെ പല പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ചില ആളുകൾ പറഞ്ഞു സമ്പന്നതയാണ്. അദ്ദേഹം പറഞ്ഞു അത് വ്യാഖ്യാനിക്കപ്പെടണം. എന്ത് സമ്പന്നത? സമ്പത്ത് അല്ല. നല്ലൊരു കുടുംബത്തിൽ ജനിക്കുക എന്നുള്ളതാണ്, അതിനെ നിഷേധിച്ചു. അല്ല. നല്ലൊരു ചുറ്റുപാടിൽ കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ്, ഒന്നുമല്ല. അവസാനം അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞു, ഒരു പ്രഭാതത്തിൽ ഒരു മനുഷ്യൻ ശാരീരികമായ പ്രയാസങ്ങളൊന്നും കൂടാതെ എഴുന്നേൽക്കാൻ കഴിയുക എന്നുള്ളതാണ്. കാരണം എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സമ്പത്ത് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? നല്ല കുടുംബത്തിൽ ജനിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? നല്ല ചുറ്റുപാടിൽ കഴിഞ്ഞുകൂടിയിട്ട് വല്ല പ്രയോജനമുണ്ടോ? അവന് സ്വന്തം കാലിലൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയണ്ടേ? അതാണ് ഓരോ പ്രഭാതത്തിലും. എന്നിട്ട് അദ്ദേഹം അതിനോടൊപ്പം കൂട്ടിച്ചേർത്തുകൊണ്ട് ഹൈന്ദവ സഹോദരനായി അദ്ദേഹം പറയുന്നത്, ആ ഒരു സന്ദർഭത്തിൽ ഈ സൗഭാഗ്യം നമുക്ക് നൽകിയ എന്തുമായിക്കൊള്ളട്ടെ, ഏത് പേരിലും വിളിച്ചോട്ടെ, ആ ദൈവത്തെ ഒന്ന് അനുസ്മരിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ എന്തുമാത്രം നമ്മൾ നന്ദി കെട്ടവരാണ്. സുബ്ഹാനല്ലാഹ്. ഹൈന്ദവനായ ഒരു സഹോദരൻ പറയുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ പഠനത്തിനൊടുവിൽ അദ്ദേഹം ആ സമയത്ത് പ്രത്യേകം ബോധ്യപ്പെടുത്തി, ഞാൻ അമേരിക്കയിൽ പോയിട്ട് 10 ദിവസത്തെ ഒരു പുതിയൊരു കോഴ്സ് ചെയ്തിട്ട് വരികയാണ്. 10 ദിവസത്തെ 10 ഡേയ്സ് ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ വരികയാണ് അമേരിക്കയിൽ പോയിട്ട്. അതിന്റെ ചില വിശദാംശങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അദ്ദേഹത്തിന്റെ അന്ന് നടന്ന സെഷന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം ബോധ്യപ്പെടുത്തിയതാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഓരോ ദിവസവും ഇന്ത്യൻ മണി 1 lakh rupees ആണ് എനിക്ക് അമേരിക്കയിൽ പേ ചെയ്യേണ്ടി വന്നത്. എൻ്റെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ വേറെ, ട്രാവലിംഗ് എക്സ്പെൻസ് ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ ക്യാമ്പിൽ മാത്രം ഞാൻ കൊടുക്കുന്നുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി എനിക്ക് 1 ലക്ഷം രൂപയാണ് കൊടുക്കേണ്ടി വന്നതെന്ന് പറഞ്ഞു. അത്രമാത്രം 10 ദിവസം 10 ലക്ഷം രൂപ കൊടുത്ത് ഞാൻ പഠിച്ചിട്ട് വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിവ്, തിരിച്ചറിവ് എന്ന് സൂചിപ്പിച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു വിഷയം പറയുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ചിന്തിച്ചു നോക്കി. ഇതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്ന് അദ്ദേഹത്തെ പോലുള്ള ഒരു റിസോഴ്സ് പേഴ്സൺ നമ്മുടെ മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് വലിയൊരു സംഭവമായി തോന്നുന്നുവെങ്കിൽ, 1400 പഴക്കം കൊടുക്കുന്നില്ല എങ്കിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം ചില യാഥാർത്ഥ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ, ചില ചിന്തകളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് പറയുന്നു, രാവിലെ ഒന്ന് ഉണർന്നെഴുന്നേൽക്കുമ്പോൾ, രാവിലെ നിങ്ങളൊക്കെ സ്വന്തം കാലിൽ ഒന്ന് ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഒന്ന് പറഞ്ഞുകൂടെ, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന് പറഞ്ഞുകൂടെ? സുബ്ഹാനല്ലാഹ്. കാരണം ഇത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എത്രയോ മുന്നേ നടന്ന ചിന്തകളാണ്, എത്രയോ മുന്നേ നടന്ന ചർച്ചകളാണ്. ഇത് ഇന്നിപ്പോ ചില ആളുകളിലേക്ക് കടന്നു വരുന്നു എന്ന് മാത്രം. അതിന് ലക്ഷക്കണക്കിന് പൈസ മുതൽ കൊടുക്കുമ്പോഴാണ് ഇത്തരം ചില തിരിച്ചറിവുകളും ചില വിജ്ഞാനീയങ്ങളും അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നത്. എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 5 പൈസ ചെലവില്ലാതെ, ചിന്തിച്ചു നോക്കേണ്ട ഒരു വിഷയമാണ്. ദീനിന്റെ പ്രത്യേകത അതാണ്. പലപ്പോഴും അതുകൊണ്ട് തന്നെ വിലയില്ലാതെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. സൂറത്ത് യാസീൻ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് കാലികമായി സംസാരിക്കുന്നുണ്ട് നമുക്ക് തോന്നും.
പ്രവാചകന്മാർ 3 പ്രവാചകന്മാരെയാണ് സൂറത്ത് യാസീനിന്റെ 2ാമത്തെ പേജിൽ അവതരിപ്പിക്കപ്പെടുന്നത്. 3 പ്രവാചകന്മാർ. ആ 3 പ്രവാചകന്മാർ അസ്ഹാബുൽ ഖറിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സമൂഹത്തെ, ജനസമൂഹത്തെ തസ്കിയത്ത്, തർബീയത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഹിദായത്ത് പകർന്നു കൊടുക്കുകയാണ്. അപ്പൊ ആ ജനത എന്താ പറഞ്ഞത്? നിങ്ങളെ കൊന്നുകളയും, നിർത്തിക്കോണം, അവസാനിപ്പിച്ചോണം. ഇന്നോവേഷന്റെ പുതിയ പദ്ധതികളൊന്നും ഉൾക്കൊള്ളാൻ ഞങ്ങൾ തയ്യാറല്ല. നവീകരണ പ്രവർത്തനങ്ങളൊന്നും ഇവിടെ പാടില്ല. ഞങ്ങൾ പരമ്പരാഗതമായ കാഴ്ചപ്പാടുകളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കോളാം. ഒരു നവീകരണ പ്രവർത്തനങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് വരേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറല്ല. ഞങ്ങൾ പഴഞ്ചന്മാരെ പോലെ ജീവിച്ചോളാം. സുബ്ഹാനല്ലാഹ്. അവിടെ ആ പ്രവാചകന്മാരെ നവീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നതിന്റെ പേരിൽ എറിഞ്ഞു കൊല്ലാൻ തയ്യാറാകുന്ന സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നവീകരണ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കാൻ, അത്തരം പ്രവർത്തനങ്ങളെ കൂടുതൽ വിപുലീകരണ പ്രവർത്തനങ്ങളുമായി വലിയ ഉയർന്ന ചിന്തയുമായി ഒരു മനുഷ്യനതാ കടന്നു വരുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ ഇസ്തബിഉ മൻ ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ. അദ്ദേഹത്തിന്റെ ഒരു വിലാപമാണ്. ഇത്തബിഉ, നിങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റ്. എന്താണ് അവരുടെ പ്രത്യേകത? അദ്ദേഹം ഒരു പ്രതിഫലവും നിങ്ങളോട് ചോദിക്കുന്നില്ലല്ലോ. ഭൗതികമായ ഒരു നേട്ടവും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. പാരത്രികം മാത്രമാണ്. അവരുടെയും പാരത്രികം, നിങ്ങളുടെയും പാരത്രികം. ഒരു പ്രതിഫലവും അദ്ദേഹം ചോദിക്കുന്നില്ലല്ലോ. പലപ്പോഴും ഖുർആനിലൂടെ, ഹദീസിലൂടെ നമുക്ക് ലഭിക്കാവുന്ന വലിയ വിജ്ഞാനങ്ങൾ, വലിയ ചിന്തകൾ, അതൊക്കെ ഇന്ന് കരഗതമാക്കണമെങ്കിൽ മറ്റുള്ള ഇതര സമുദായത്തിലുള്ള സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ തുകകൾ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹി ലദി അഹ്യാനാ ബഅദ മാ അമാതനാ വ ഇലൈഹി നുശൂർ എന്ന് നല്ല ബോധത്തോടുകൂടി അന്തസ്സായി സ്വന്തം ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വന്തം ശരീരത്തെ പറ്റിയുള്ള ശരിയായ ബോധത്തോടുകൂടി അന്തസ്സായി പറഞ്ഞിരിക്കുന്ന ആളുകളായിരിക്കും നല്ലൊരു പക്ഷം ഈ കൂട്ടത്തിലുണ്ടാവുക. അൽഹംദുലില്ലാഹ്, വലിയ സൗഭാഗ്യമാണ്. അത് വല്ലാത്തൊരു തിരിച്ചറിവിന്റെ ഒരു വഴിയിലൂടെ നമുക്ക് ലഭ്യമായതാണ്. അള്ളാഹു കൂടുതൽ അത്തരം നന്മകളിൽ മുന്നേറാനുള്ള തൗഫീക്ക് നൽകി നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അതാണ് ഇന്ന ഹദൈനാഹു സബീല. ആ ശരിയായ മാർഗത്തെ കുറിച്ചുള്ള ബോധനമൊക്കെ നാം നൽകിയിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ ഇമ്മ ഷാക്കിറ, ഒരു നല്ല ഒരു ശുക്റുള്ളവനായി നിങ്ങൾ മാറുക. വ ഇമ്മ, കഴിയുന്നില്ലേ, വ ഇമ്മ കഫൂറ, അത് നിങ്ങൾ നന്ദികേട് കാണിച്ചോളൂ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നന്ദികേട് കാണിച്ചോളൂ. ഇവിടെ അള്ളാഹു തൊട്ടു മുമ്പുള്ള ആയത്തിൽ പറഞ്ഞ എന്താണ്? അവിടെയും നന്ദികേട് കാണിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് വെച്ച് നല്ല രൂപത്തിലൊന്നും ഒരിക്കലും അവരെ കണ്ടെത്തുക സാധ്യമല്ല എന്നാ പറഞ്ഞത്. ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ശുക്ർ എന്ന പദപ്രയോഗം ഇവിടെ അള്ളാഹു ഈ രൂപത്തിലാണ് നടത്തിയിട്ടുള്ളതെങ്കിൽ നന്ദികേട് എന്നുള്ളതിന് ഖുർആൻ ഉപയോഗിച്ച എല്ലായിടങ്ങളിലും ഉപയോഗിച്ചിട്ടുള്ള പദം കുറച്ച് കടുപ്പത്തിലാണ്. കുഫർ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സാധാരണ കുഫർ, കാഫിർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അതിന് അർത്ഥം കൊടുക്കുക? നിഷേധി എന്നാണ്. നിഷേധി, ശരിയാണ്. നന്ദി കെട്ട ഒരുത്തനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിർ എന്നാ വിളിക്കുന്നത്. കാഫിറായ ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയായിരിക്കും നാളെ പരലോകത്ത് വെച്ച് നോക്കിക്കാണുക? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശാരീരികമായി നല്ല കഴിവുണ്ട്, ശേഷിയുണ്ട്, എല്ലാം ഉണ്ട്. അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല. അഹങ്കാരത്തോട് നടക്കുകയാണ്. ഇതൊക്കെ എന്റെ കഴിവാണെന്നുള്ള ബോധ്യത്തോടെയാണ് നടക്കുക. ഏതെങ്കിലും ഒരു അനുഗ്രഹം അവന്റെ ശരീരത്തിൽ പണിമുടക്കുമ്പോഴാണ് അവൻ അതിനെ പറ്റിയുള്ള ബോധ്യം ഉണ്ടാകുക. അപ്പൊ എന്ത് ചെയ്യണം? ബുദ്ധിമാന്മാർ അതിനു മുമ്പേ ചിന്തിക്കും. ഓരോ നിമിഷവും ഒരു സ്ട്രോക്കിലേക്കാണ് എൻ്റെ ശരീരം പോയിക്കൊണ്ടിരിക്കുന്നത്, എന്നിട്ടും എന്നെ അത് ബാധിക്കുന്നില്ലല്ലോ. അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക്കൽ ശുക്ർ. ഓരോ നിമിഷം ഒരു അറ്റാക്കിലേക്കാണല്ലോ എൻ്റെ ഹൃദയം എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നിട്ടും അത് സംഭവിക്കുന്നില്ല. അള്ളാഹുവിന്റെ കൃത്യമായ ഇടപെടലാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക്കൽ ശുക്ർ. സദാസമയം ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഏത് അസ്വസ്ഥതകൾക്കാണ് ജീവിതത്തിൽ നമ്മളെ തകർക്കാൻ കഴിയുക എന്നുള്ളതാണ്. എല്ലാ അസ്വസ്ഥതകളും വന്നിട്ട് നിൽക്കുമ്പോൾ അസ്വസ്ഥതകളോട് നമുക്ക് പറയാം അന്തസ്സായിട്ട്, അസ്വസ്ഥതകളെ നിങ്ങളൊക്കെ മാറി നിൽക്കുക. എൻ്റെ മനസ്സിനെ അസ്വസ്ഥപ്പെടാനായി അനുനിമിഷം, കാരണം ഒരു നിമിഷം ഓരോ മനുഷ്യന്റെയും മനസ്സിലേക്ക് കടന്നു വരുന്നത് 60ഓളം ചിന്തകളാണെന്നാണ്, ഒരു നിമിഷത്തിലാണ്. അപ്പൊ അസ്വസ്ഥതകളുടെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാനായിട്ട് ക്യൂ നിൽക്കുമ്പോൾ അവയോട് നമുക്ക് അന്തസ്സായിട്ട് പറയാം, എൻ്റെ മനസ്സ് ശുക്ർ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്.
ശരിയായ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ, ശരിയായ ചിന്തയുടെ അടിസ്ഥാനത്തിൽ, ശരിയായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ശരീരത്തെ പറ്റി എനിക്ക് നല്ല ബോധമുണ്ട്, എൻ്റെ നെർവ് സിസ്റ്റത്തെ കുറിച്ച് എനിക്ക് നല്ല ബോധമുണ്ട്, എൻ്റെ വെയിൻ സിസ്റ്റത്തെ കുറിച്ച് എനിക്ക് നല്ല ബോധമുണ്ട്, എൻ്റെ ബ്രെയിനെ കുറിച്ച് എനിക്ക് നല്ല ബോധമുണ്ട്, എൻ്റെ ഹാർട്ടിനെ പറ്റി എനിക്ക് നല്ല ബോധമുണ്ട്. അങ്ങനെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒരു ചുരുങ്ങിയ ലെവലിൽ കേവലം ഒരു ബോധമെങ്കിലും എനിക്കുള്ളത് കൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ അത്ഭുതകരമായ രൂപത്തിൽ തന്നെയാണ് നടക്കുന്നത്. അനുനിമിഷം മരണത്തിലേക്ക് എൻ്റെ ശരീരം എന്നെ നയിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ ശരീരമൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ ജീവിതത്തിലേക്ക് എന്നെ തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഏകനായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വലിയ നിഅമത്തിന്റെ ഇടപെടലാണ്. അതുകൊണ്ട് അസ്വസ്ഥതകളെ നിങ്ങൾ തൽക്കാലം മാറി നിൽക്കുക. ഈ അനുഗ്രഹങ്ങൾക്ക് ഞാനൊന്ന് നന്ദി പറഞ്ഞോട്ടെ. നന്ദി പറഞ്ഞു തീരാതെ അവസാനം എൻ്റെ നന്ദിയുടെ അവസാന പ്രയോഗം എന്നുള്ളത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അവധി അള്ളാഹു തീർക്കുമ്പോൾ ഈ അനുഗ്രഹങ്ങളുടെ അവധി ആയിട്ടുണ്ട്. ഇനി അതിനേക്കാൾ മഹത്തായ ഒരു അനുഗ്രഹത്തിന് ലോകത്തിലേക്ക് നിന്നെ ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അയക്കുന്ന മലക്കുൽ മൗത്ത്, മലായിക്കത്തുകൾ അങ്ങേയറ്റം ആദരവോടുകൂടി എന്നെ സമീപിക്കുമ്പോൾ അന്ന് ഞാൻ ശുക്റിന് പകരം പറയുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള ഒരു മനുഷ്യന്റെ അന്ത്യവചനമായ കലിമത്ത് ഷഹാദയായിരിക്കും. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ സൗഭാഗ്യമാണത്. ശുക്റിന്റെ മനസ്സുമായി സഞ്ചരിക്കുന്നു, അത് ഷഹാദത്തിൽ ചെന്ന് അവസാനിക്കുന്നു. ഒരു മുഅ്മിനിന്റെ ഏറ്റവും നല്ല ഏറ്റവും ഉന്നതമായ ഒരു മാനസികാവസ്ഥയാണത്. അതിനിടയിൽ അസ്വസ്ഥതകൾ വരും. ആളുകൾ അത് പറയും, ഇത് പറയും, കുടുംബക്കാർ പറയും, നാട്ടുകാർ പറയും, കൂട്ടുകാർ പറയും, അത് അവിടെ ഇങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. നമ്മളതൊന്നും ഏറ്റെടുക്കാൻ തയ്യാറല്ല. ബി പോസിറ്റീവ്. നല്ല പോസിറ്റീവായിട്ട് ജീവിക്കാനും ചിന്തിക്കാനുമാണ് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഹിദായത്ത്. ഇന്ന ഹദൈനാഹു സബീല. ശരിയായ ആ ഒരു പോസിറ്റീവായ ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക്, അല്ലെങ്കിൽ കാഴ്ചപ്പാടിലേക്ക്, മാനസികാവസ്ഥയിലേക്ക് അള്ളാഹു എന്നെ ഹിദായത്ത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഇമ്മാ ഷാക്കിറ, ഒരു ശുക്റുള്ള വ്യക്തിയായി ഞാനൊന്ന് ജീവിച്ചോട്ടെ. നമ്മൾ ചിന്തിക്കുക, നന്നായി ചിന്തിക്കുക. എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ശരിയായ ബോധം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. അസ്വസ്ഥതകൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത വിധം ആ മനസ്സങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അതരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദിന്റെ വേളയിലാണ് പത്നി ആയിഷ റളിയല്ലാഹു അൻഹ ഈ നമസ്കാരം കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് എപ്പോൾ തുടങ്ങിയതാണ്? അങ്ങയുടെ കാലുകൾ നീര് കെട്ടുന്നുണ്ടല്ലോ, ഇതെന്തൊരു നമസ്കാരമാണ്, ഇതെന്തൊരു സുജൂദാണ്, ഇതെന്തൊരു റുക്കുആണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിർത്തിക്കൂടെ, അവസാനിപ്പിച്ചുകൂടെ? അങ്ങയുടെ മുൻപിൻ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടതാണല്ലോ, അങ്ങ് മഅസൂമാണല്ലോ. എന്നിട്ട് എന്തിനീ നമസ്കാരം, എന്തിനീ നീരുകെട്ടൽ, എന്തിനീ ത്യാഗം, എന്തിനീ പ്രയാസം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പ്രതികരിച്ചു. സഹോദരങ്ങൾ, ആയിഷ, എന്റെ പ്രിയപ്പെട്ട ആയിഷ, നീ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? ഇവിടെ ഒരു പെർസെപ്ഷന്റെ ഒരു പ്രശ്നം ഇവിടെ വരുന്നുണ്ട്. കാരണം നമ്മളുടെ ഒരു ധാരണയാണ് വലിയ ബുദ്ധിമുട്ടിലാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ, എന്റെ പ്രിയപ്പെട്ട ആയിഷ, എന്റെ മനസ്സിങ്ങനെ നന്ദി കാരണം നിറഞ്ഞു കവിഞ്ഞു നിൽക്കുകയാണ്. ഇതെങ്ങനെ ഞാനൊന്ന് പുറത്തേക്ക് വിടും? അള്ളാഹുവിന്റെ വലിയ നിഅമത്തുകൾക്കിടയിൽ കിടന്നിട്ട് ഞാനിങ്ങനെ നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു നിഅമത്താണ്, സുബ്ഹാനല്ലാഹ്, എന്തൊരു അനുഗ്രഹങ്ങൾ! ഈ അനുഗ്രഹങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞിട്ട് എന്റെ മനസ്സിങ്ങനെ തുളുമ്പി നിൽക്കുകയാണ്. ഷക്കറുന്നാഖത്ത്, അതായത് ഒരു മൃഗത്തിന്റെ അകിടിൽ പാഞ്ചുഴച്ചാൻ പാകത്തിൽ ആ പാലങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത, അതാണ് ആയിഷ എന്റെ മനസ്സിനെയും അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പരമാവധി ഞാൻ ശുക്ർ അർപ്പിക്കട്ടെ എന്റെ നാഥന് വേണ്ടിയിട്ട്. എന്തുമാത്രം അനുഗ്രഹം എനിക്ക് ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഇതാരാ പറയുന്നത്? നമ്മൾ ചരിത്രം പറയുമ്പോൾ ഈ മഹാനായ വ്യക്തിയെ കുറിച്ച് നമ്മൾ എന്താ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ജീവിതത്തിൽ ഇതുപോലെ ദുരിതവും പ്രയാസവും അനുഭവിച്ച ഒരു വ്യക്തി ഇല്ലെന്ന് നമ്മൾ പറയുക, അല്ലേ? ജീവിതത്തിന്റെ ചരിത്രങ്ങളൊക്കെ ഇടങ്ങേറുകൾ, ബുദ്ധിമുട്ടുകൾ മാത്രം. മക്കയുടെ ചരിത്രം പരിശോധിക്കാൻ പോലും നമ്മളെ കൊണ്ട് കഴിയില്ല, അത്രമാത്രം ഇടങ്ങേറുകളാണ്. ഒന്ന് സമാധാനമായി കഅബയുടെ മുന്നിൽ പോയിട്ട് സുജൂദ് ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുന്ന ക്രൂരരായ ജനവിഭാഗങ്ങൾക്കിടയിൽ കഴിഞ്ഞുകൂടിയ ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെയൊക്കെ കണ്ണുകൾ, നമ്മുടെ പെർസെപ്ഷന്റെ പ്രശ്നമാണ്, കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. നമ്മുടെ നോട്ടത്തിൽ എന്താണ്? ഇടങ്ങേറാണ്, ബുദ്ധിമുട്ട്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ നേരെ ഘടകവിരുദ്ധമാണ്. ഇല്ല,
ആസ്വാദനമാണ്. ജീവിതം മാക്സിമം എന്താണ്? അത് എൻജോയ് ചെയ്യലാണ്, ആസ്വദിക്കലാണ്. ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്, പരമാവധി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആരെങ്കിലും വന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, എന്ത് ബുദ്ധിമുട്ട്? ആരനുഭവിച്ചു? എപ്പോ? ഇത് ബുദ്ധിമുട്ടോ? ഇത് ആസ്വാദനത്തിന്റെ ജീവിതമാണ്. പ്രിയമുള്ളവരെ, ആ ഒരു സുന്നത്തിലേക്ക് റസൂലുള്ളാഹി നമ്മളെ ക്ഷണിക്കുന്നത്. ആസ്വദിക്കൂ, പരമാവധി ആസ്വദിക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വരുന്നു. ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അതിസുന്ദരമായ രൂപത്തിൽ, ആസ്വാദ്യകരമായ രൂപത്തിൽ ബാങ്ക് വിളിച്ചോട്ടോടെ നിൽക്കുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു വന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, അല്ലയോ ബിലാൽ, നമസ്കാരത്തിന് സമയമായി എന്ന് തോന്നുന്നു, അങ്ങൊന്ന് ഇഖാമത്ത് കൊടുക്കീൻ, ഞാനൊന്ന് ആസ്വദിക്കട്ടെ. നമസ്കാരം ആസ്വാദനമാണ്, വല്ലാത്ത ആസ്വാദനമാണ്. ആ രൂപത്തിൽ അത് പ്രായോഗികവൽക്കരിക്കാൻ നമ്മൾ പഠിച്ചാൽ നമസ്കാരം ഭയങ്കര ആസ്വാദനമാണ്. കുളിര് കോരും നമ്മുടെ ശരീരം. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി പാസിങ് ശരിക്കും അനുഭവിക്കാൻ കഴിയും, ആസ്വദിക്കാൻ കഴിയും. ശരീരം മുഴുവൻ കുളിര് കോരും. ആ നമസ്കാരം ഒന്ന് അവസാനിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ നമസ്കാരം മാറ്റും എന്നുള്ളതാണ്. എല്ലാം ആസ്വാദനം. ദീനിലുള്ള മുഴുവൻ കാര്യങ്ങളും ആസ്വാദനമാണ്. ദിക്ർ ചെയ്യൽ, പ്രിയമുള്ളവര്, ദിക്ർ ആകാതെ പോകുമ്പോഴാണ് അതൊരു ഭാരമായി മാറുന്നത്. സ്വലാത്ത് ചൊല്ലൽ, ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. സ്വലാത്ത് ചൊല്ലിയാൽ വളരെ വളരെ ഏറെ പുണ്യം കിട്ടുന്ന ഒരു ദിവസമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് സ്വലാത്ത് എത്തുന്ന ദിവസമാണ്. എല്ലാം ചെയ്യുക, ദിക്ർ ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക, ഖുർആൻ പാരായണം നടത്തിക്കൊണ്ടിരിക്കുകയും. പ്രിയമുള്ളവർ, എന്തു രസമാണ്! ഞാനും എൻ്റെ അള്ളാഹും തമ്മിലുള്ള സംഭാഷണമാണ്. ആരും ഇടപെടാൻ വരണ്ട, ആരും ശല്യപ്പെടുത്താൻ വരരുത്. എന്ത് രസമാണ് ആസ്വാദനം! അള്ളാഹു ഞാനും മാത്രമുള്ള ഒരു സ്വകാര്യമായിട്ടുള്ളൊരു സംഭാഷണമാണ്. ആരും ശല്യപ്പെടുത്താൻ വരല്ലേ. ഇതാണ് ശരിയായ രൂപത്തിൽ ഖുർആനെ സമീപിക്കുന്ന ഒരു മനുഷ്യന്റെ, ഒരു മുഅ്മിനിന്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രൂപത്തിലൊരു എല്ലാം ആസ്വാദനമാണ്, ഇടങ്ങേറൊന്നുമില്ല. അത് പിൽക്കാലത്ത് ദുർവ്യാഖ്യാനം നടത്തിയതാണ്. നിർബന്ധപൂർവം ദീനെ അടിച്ചേൽപ്പിച്ചപ്പോൾ സംഭവിച്ചു പോയതാണ്. മക്കളുടെ മുന്നിൽ ദീനെ അവതരിപ്പിക്കുന്ന ഭീകരമായിട്ടാണ്. മാനെ, ചെറിയ കുട്ടിക്കാലം മുതൽ തന്നെ മാതാപിതാക്കൾ തുടങ്ങും തെറ്റായ ധാരണ കുട്ടികളിൽ ഉണ്ടാക്കുകയാണ്. നീ ആ ഒരു തെറ്റ് ചെയ്തുവല്ലേ, നിന്നെ നോക്കിയോ, പടച്ചവൻ നരകത്തിയിട്ട് കരിക്കും. ഏതെങ്കിലും ഒരൊറ്റ ഖുർആനായത് ഒരൊറ്റ ഹദീസ് എടുക്കാൻ പറ്റുമോ? കുഞ്ഞുങ്ങളെ പടച്ചവൻ ശിക്ഷിക്കുമെന്ന് എവിടെയില്ല. കുഞ്ഞുങ്ങളായിട്ടാണ് മരണപ്പെടുന്നതെങ്കിൽ നേരെ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് ഒരു സംശയമില്ല. കാരുണ്യത്തിലേക്ക് മാത്രമുള്ള സഞ്ചാരമാണ്. അവിടെ ശിക്ഷ എന്ന് പറയുന്ന ഒരു ചിന്തകളേ ഇല്ല. ആ കുഞ്ഞിനോട് നമ്മൾ തെറ്റായ രൂപത്തിൽ ദുർവ്യാഖ്യാനിക്കുകയാണ്. നിന്നെ പടച്ചവൻ നരകത്തിയിട്ട് കയറി. ആ കുഞ്ഞും നരകം തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ആ കുഞ്ഞുമായി ബന്ധമുള്ളത് സ്വർഗം മാത്രമാണ്. ആ കുഞ്ഞിനെ കുട്ടിക്കാലം മുതൽ പഠിപ്പിക്കാൻ തെറ്റായ ധാരണയാണ്. ശിക്ഷകളെ കുറിച്ചല്ല, നന്മകളെ കുറിച്ച്, അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് പറയും, അള്ളാഹുവിന്റെ സ്നേഹത്തെ കുറിച്ച് പറയും. ശിക്ഷ എന്നുള്ളത് നിഷേധികളായ ആളുകൾക്കുള്ളതാണ്, നമ്മളുമായിട്ട് ബന്ധമുള്ളതല്ല. ആ ഒരു ധാരണയിലേക്ക് തിരിച്ചു വരണം. ഖുർആൻ എടുത്ത് പരിശോധിക്കും സഹോദരങ്ങളെ. ഖുർആൻ എന്നും അത് തന്നെയാണ് പറയുക. ഖുർആൻ അത് തന്നെ പറയാനാണ് ഖുർആൻ ആഗ്രഹവും. ഖുർആന്റെ ഒരു മാനസികാവസ്ഥ കൃത്യമായ രൂപത്തിൽ ഖുർആനുമായി ബന്ധപ്പെട്ടാൽ നമുക്ക് അടുത്തറിയാൻ സാധിക്കും. അതാണ് സമാധാനത്തോടു കൂടി ജീവിക്കുക. എന്തിനാ അനാവശ്യ ചിന്തകൾ? അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ അനുഗ്രഹത്തെ പറ്റിയും ശരിയായ ബോധ്യം ഉണ്ടാകണം. അള്ളാഹ് തന്നതാണ്, വലിയ അനുഗ്രഹമാണ്. അൽഹംദുലില്ലാഹ്, ആരോഗ്യം, അൽഹംദുലില്ലാഹ്, ശേഷികൾ, കഴിവ് എല്ലാം അള്ളാഹുടേതാണ്. എല്ലാം ആ ഒരു ബോധത്തോടുകൂടി സ്വന്തം ശരീരത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. നമ്മുടെയൊക്കെ ഉള്ളിൽ അള്ളാഹുവിനോടുള്ള നന്ദി നിറഞ്ഞ് കവിഞ്ഞ് അതെങ്ങനെ ഒന്ന് പുറത്തേക്ക് അള്ളാഹുവിലേക്ക് ഒന്ന് എത്തിക്കുമെന്നുള്ള വഴികൾ തേടി നടക്കുമ്പോൾ ഫർദ് കൊണ്ട് അവസാനിപ്പിക്കില്ല, സുന്നത്തും കൊണ്ട് അവസാനിപ്പിക്കില്ല, ദിക്റും കൊണ്ട് അവസാനിപ്പിക്കില്ല, ഖുർആൻ പാരായണം കൊണ്ട് അവസാനിപ്പിക്കില്ല. അതങ്ങനെ അനിശ്ചിതം തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ഇബാദത്തായി അവൻ്റെ ജീവിതം തന്നെ മാറും എന്നുള്ളതാണ്. അങ്ങനെയുള്ള നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ശിരസാവഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നും തഖ്വയിൽ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും രണ്ടാമത് ഒന്നുകൂടി ഉണർത്തുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖുൽ, പ്രവാചകരെ താങ്കൾ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഹുവല്ലദി, അല്ലാഹു എങ്ങനെയുള്ളവനാണെന്ന് അറിയുമോ? അൻശഅക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയവനാണ്. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, നല്ല കാഴ്ച സംവിധാനങ്ങളും നല്ല കേൾവി സംവിധാനങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങളെയൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള നല്ല ഒരു കഴിവും ശേഷിയും നൽകിയവനാണ് അള്ളാഹു.
പക്ഷെ എന്ത് സംഭവിച്ചു? ഖലീലമ്മ തഷ്കുറൂൻ, വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ നന്ദി കാണിക്കുന്നുണ്ടല്ലോ. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ. എന്ത് പറ്റിപ്പോയി മനുഷ്യന്മാർക്ക് അല്ലാഹു ചോദിക്കുകയാണ്, പരിതപിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു സന്ദർഭം നമ്മുടെ ചിന്തകളെയൊക്കെ തകർത്ത് കളയുന്ന രൂപത്തിലുള്ള സന്ദർഭത്തെക്കുറിച്ച് ഒരു സഹോദരൻ ഒരിക്കൽ പറയുണ്ടായി. അദ്ദേഹം റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരത്ത് പോയൊരു അനുഭവമാണ് അദ്ദേഹം പങ്കുവെച്ചത്. അദ്ദേഹം അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ വല്ലാതെ പിടിമുറുക്കിയിരിക്കുകയാണ്. ആ കുഞ്ഞിങ്ങനെ കുതറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ കുഞ്ഞിനെ പിടുത്തമിട്ടിരിക്കുകയാണ് ഈ ഉമ്മ. കുഞ്ഞ് കുതറാൻ ശ്രമിക്കുന്നു, ഉമ്മ ശക്തിയായി പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ഈ ഒരു സഹോദരന് വല്ലാത്ത ഒരു അസ്വസ്ഥത ഉമ്മയോട് തോന്നി. ഉമ്മ എന്താണ് ഇതിന് മാത്രം ആ കുട്ടിയെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത്? ഒന്ന് അയച്ചു വിട്ടുകൂടെ? സ്വതന്ത്രമായിട്ടൊന്ന് വിട്ടുകൂടെ? ഇങ്ങനെയുള്ള ഈ ഉമ്മയോടുള്ള അമർഷവും ഒക്കെ ഈ മനുഷ്യന്റെ ഉള്ളിൽ ഇങ്ങനെ കടന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എന്ത് ചെയ്തു? ഈ കുഞ്ഞ് ഉമ്മയുടെ കയ്യിൽ കടിച്ച സമയത്ത് ഉമ്മ പെട്ടെന്ന് വേദനിച്ച് കൈ ഒന്ന് കുടഞ്ഞ സമയത്ത് അതിൽ നിന്നും കുതറി എന്ത് ചെയ്തു? ഈ കുഞ്ഞ് ഓടുകയാണ്. ഉമ്മ കുഞ്ഞിന്റെ പിന്നാലെ ഓടുന്നു. ഈ കുഞ്ഞ് ഓടിയിട്ട് എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ഭിത്തിയിൽ പോയി തലയിട്ട് അടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ കുഞ്ഞ് തലയിട്ട് അടിക്കുകയാണ്. ഉമ്മ ഓടിപ്പോയി വീണ്ടും പിടിക്കുന്നു. കുഞ്ഞ് വീണ്ടും കുതിരയിട്ട് ഓടുന്നു. വീണ്ടും ഭിത്തിയിലിട്ട് തലയിട്ടടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഹൃദയ ഭേദകമായി കാഴ്ച കണ്ടിട്ട് ഈ സഹോദരൻ അടുത്തുള്ള ഒരു സഹോദരൻ ചോദിച്ചോ പറഞ്ഞാണ്, എത്രയോ വർഷങ്ങളായിട്ട് ക്യാൻസർ മൂലം ബ്രെയിൻ ട്യൂമർ ബാധിച്ചിട്ട് ഭയങ്കര പ്രയാസത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരു കുഞ്ഞാണ്. ചെറിയ കുഞ്ഞാണ്, വലിയ പ്രായമൊന്നുമില്ല. നമ്മുടെയൊക്കെ വീട്ടിൽ ഓടിക്കുടിക്കും നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ പ്രായം ഉണ്ടാവുന്ന അർത്ഥം. ഈ അവസ്ഥ കണ്ടിട്ട് ഈ മനുഷ്യൻ തകർന്നു പോയി. അദ്ദേഹം പറയുകയാണ്, അവിടെ തന്നെ സുജൂദിൽ വീഴാൻ തോന്നി. കാരണം ഇതേ പ്രായത്തിലുള്ള ഒരു കുഞ്ഞ് എൻ്റെ വീട്ടിലുണ്ട്, ഒരു കുഴപ്പമില്ല. അവന് വീട്ടിലൂടെ ഓടിക്കളിക്കുന്നു, അവന് തലവേദനയില്ല, അവന് പ്രയാസമില്ല, ഒന്നുമില്ല. നമ്മൾ ചിന്തിച്ചു നോക്കിയ സഹോദരങ്ങൾ, നമ്മുടെ വീട്ടിലുള്ള ഇതേപോലുള്ള കുഞ്ഞുങ്ങൾ അവരിപ്പോൾ സ്കൂളിലായിരിക്കും, സുഖമായിട്ട് സ്കൂളിലിരുന്നൊരു പ്രയാസമൊന്നും ഇല്ലാതെ സ്കൂളിൽ നിന്നും കോളൊന്നും വന്നിട്ടില്ല നമുക്ക്. കാരണം അവർ സുഖമായിട്ട് തന്നെ വീട്ടിൽ അവരുടെ സ്കൂളിൽ കഴിയുന്നുണ്ട് എന്നുള്ള വിഷയം അവിടുത്തെ ഭാരവാഹികൾ ഉറപ്പിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, അൽഹംദുലില്ലാഹ്. ഈ കുഞ്ഞുങ്ങൾ അതേ സമയത്ത് ക്യാൻസർ സെന്റർ പോലുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള ഭീകരമായ കാഴ്ചകൾ കാണാൻ സാധിക്കും. നമ്മുടെ ഭാര്യ വീട്ടിലുണ്ട്, കുഴപ്പമില്ല. പക്ഷെ അതേ പ്രായത്തിലുള്ള സ്ത്രീകൾ മാരകമായ രോഗം പിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. അവരുടെ ജീവിതം ദുരിതപൂർണമാണ്, വലിയ പരീക്ഷണത്തിലാണ്. അതേസമയത്ത് സ്വന്തം നമ്മുടെ പ്രായത്തിലുള്ള എത്രയോ ആളുകൾ ഇന്ന് ജുമായ്ക്ക് പോലും പങ്കെടുക്കാൻ കഴിയാതെ വേദനയും തിന്ന് കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അതിൽ നിന്നൊക്കെ നമ്മൾ ഒഴിവാക്കി. നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങളുടെ കുഞ്ഞുങ്ങളും പൊയ്ക്കോളൂ, നിങ്ങളുടെ ഭാര്യ നിങ്ങൾ വീട്ടിൽ പോയി സുഖമായിട്ട് ജീവിച്ചോളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ പരാതി അവസാനിക്കുന്നുണ്ടോ? ഇത്രയും സൗഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു നൽകിയിട്ടും എൻ്റെ പരാതി അവസാനിക്കുന്നുണ്ടോ? എനിക്കിനിയും പരാതി തീരുന്നില്ലല്ലോ, എൻ്റെ മോഹങ്ങൾ അവസാനിക്കുന്നില്ലല്ലോ, എൻ്റെ ആഗ്രഹങ്ങൾക്ക് ഒരു പര്യവസാനമില്ലല്ലോ. ഇനിയും എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളാണ്. എനിക്ക് നേടാൻ കഴിയാത്തതിനെ ആലോചിച്ചിട്ട് ഞാൻ ദുഃഖിച്ച് മനപ്രയാസപ്പെട്ട് ആശങ്കാകുലനായി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു ഗതികേടാണ് എൻ്റെ ജീവിതം. ഇവിടെ അല്ലാഹു പറയുന്നത്, ഇന്ന ഹദൈനാഹു സബീല ഇമ്മാ ശാകിറ വ ഇമ്മാ കഫൂറ. ശരിയായ ബോധം നിനക്ക് നൽകിയല്ലോ. ഇത്രയും ചുറ്റുപാടുകളും സാഹചര്യങ്ങളൊക്കെ നിന്റെ ചുറ്റും ഉണ്ടല്ലോ. ഇനിയും ചിന്തിക്കാനുള്ള സമയമായിട്ടില്ലേ? ശരി, നിന്നെക്കൊണ്ട് ശുക്ർ ചെയ്യാൻ കഴിയുന്നില്ലേ? വ ഇമ്മാ കഫൂറ, നീ ഒരു കാഫിറായിട്ട് കഴിഞ്ഞുള്ളൂ. അല്ലാഹു പറയാണ്, ഇത് ജീവിത സാഹചര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ചിന്ത, നമ്മുടെ ദിക്റ്, ബോധം എന്നൊക്കെ പറയുമ്പോൾ എന്നും അനുഗ്രഹങ്ങളെ പറ്റിയുള്ള ബോധം വേണം. വീട്ടിലോട്ട് പോകുമ്പോൾ അൽഹംദുലില്ലാഹ് കുഞ്ഞുങ്ങളൊക്കെ ഓടിക്കളിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഭാര്യയും വളരെ നല്ല ഉഷാറിലാണുള്ളത്, എനിക്കും വലിയ കുഴപ്പമൊന്നുമില്ല, കുടുംബാദികളൊക്കെ നല്ല ഉഷാറിലാണുള്ളത്. അപ്പം നമ്മൾ എന്താ ചെയ്യുക? അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക ശുക്ർ, അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക ശുക്ർ. അല്ലാഹുവേ, നിനക്കാകുന്നു ശുക്ർ, നിനക്കാകുന്നു എല്ലാ സ്തുതികളും, എല്ലാ നന്ദിയും നിനക്കാകുന്നു, എല്ലാ സ്തുതികളും നിനക്കാകുന്നു എന്ന് ഇടയ്ക്കിടെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പറയാൻ ഇത്തരം ഖുർആനിക ചിന്തകൾ നമ്മളെ പ്രേരിപ്പിക്കുമെങ്കിൽ ഇൻഷാ അല്ലാഹ് മരണം വരെ സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഈ ജീവിതത്തെ പരമാവധി ആസ്വദിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വഅദ ചെയ്തിട്ടുള്ളത്. ആ ആയത്തുകളെ നമ്മൾ ഉൾക്കൊള്ളുക, ആശങ്കകളെയും മനപ്രയാസങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കുക, സമാധാനത്തോട് സന്തോഷത്തോടു കൂടി അള്ളാഹു നൽകി ഈ ഒരു ജീവിതത്തെ ആസ്വദിക്കുക. അതിനുള്ള വലിയ തൗഫീഖ് നൽകി അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് വന്നു പോയിട്ടുള്ള വലുതും ചെറുതുമായ മുഴുവൻ പാപങ്ങളെയും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഫള് കൊണ്ട് വിട്ടുകൊടുത്ത് മാപ്പാക്കി തെരുമാറാകട്ടെ. ലോകത്ത് കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾക്ക്, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളെയും
എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു കരകയറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ചും ഫലസ്തീനിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, സഹോദരിമാർ, സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു വലിയൊരു പരിഹാരം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ശത്രുക്കൾക്ക് നിന്ദ്യത കൊടുക്കുമാറാകട്ടെ. മുസ്ലിം ലോകത്തെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നഷ്ടപ്പെട്ടു ഇസ്സത്തിനെ ഖുർആന്റെ ഹദീസിനെ വെള്ളിലൂടെ തിരിച്ചു പിടിക്കാനുള്ള തൗഫീഖും താക്കത്തും കൊടുത്ത് മുസ്ലിം ലോകത്തെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും ലോകം കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ ആളുകളെയും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു കരകയറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും എല്ലാവിധ ബലാ മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മളെ, നമ്മുടെ കുടുംബത്തിലുള്ള, നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ളവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കുകയും മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അവരേക്ക് അനുഗ്രഹിക്കും ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.